ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു 10 മാസത്തോളമായി വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ടെറസിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ചെണ്ടുമല്ലി കൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ഗ്രോ ബാഗിൽ 2 കളറിലായിട്ട് ഞാൻ കുറച്ച് ബന്ദിപ്പൂ കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചെണ്ടുമല്ലിക്ക് കൊടുക്കുന്ന വളങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കൊടുക്കുന്നത് ചെണ്ടുമല്ലി നട്ട് ഒരു 10-15 ദിവസമായപ്പോൾ ഞാൻ അതിൻ്റെ തല കട്ട് ചെയ്തപ്പോൾ അതിന് കുറേ ബ്രാഞ്ചസൊക്കെ വന്നു. അതിലൊക്കെ മൊട്ടുണ്ടായി. ഇത്രയും വലിപ്പമുള്ള കുഞ്ഞു ചെടികളാണ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത്. ആ തൈകൾ ഒരു 15 ദിവസമായപ്പോൾ തലകളൊക്കെ മുറിച്ച് ഇതുപോലെ കുറേ ബ്രാഞ്ചസൊക്കെ ഉണ്ടായി. പിന്നെ ഒരാഴ്ച ഇടവിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, മണ്ണ് എന്നിവ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഇതിന് വരുന്ന പുതിയ തലകളൊക്കെ 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇടവിട്ട് ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് കൊടുത്തു. അതുകൊണ്ടാണ് ഇതുപോലത്തെ തിങ്ങിയിട്ട് നല്ലോണം കമ്പടൊക്കെ പൊട്ടി വന്നിട്ടുള്ളത്. പിന്നെ പൂക്കളൊക്കെ വിരിയാറായ സ്റ്റേജിലെത്തിയപ്പോൾ ഞാൻ ഇതിന് 19 എന്ന ഫെർട്ടിലൈസർ അടിച്ചു കൊടുത്തു. ഒരു ദിവസം ഇടവിട്ടാണ് ഇതിന് ഞാൻ അടിച്ചു കൊടുക്കാറ്, സ്പ്രെയറിലാക്കി. ഇപ്പം എനിക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലുമായി ഒരു 10 ചട്ടിയോളം ഒരു ബന്ദിപ്പൂ കൃഷിയുണ്ട്. ഈ ചെണ്ടുമല്ലി മാത്രമല്ല കേട്ടോ എൻ്റെ ടെറസിലുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട്, ഗാഗ് ഫ്രൂട്ട്, പിന്നെ പച്ചമുളക്, 2-3 ഐറ്റം വെറൈറ്റി പച്ചമുളക്, ചിരങ്ങ, പടവലം, അതൊക്കെ എൻ്റെ ടെറസിൻ്റെ മുകളിലുണ്ട് കേട്ടോ. വളം ഇടാറാവുമ്പോൾ ഓരോ സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാം. ഹലോ, ഇതാണ് ഞാൻ ഇടേണ്ട 19 ഉള്ള ഫെർട്ടിലൈസർ. ഇത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് സ്പ്രെയറിലാക്കി നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് വീട്ടിൽ പാലൊക്കെ കേടന്നാൽ ആ പാൽ എടുത്ത് വെച്ചിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം പാർന്ന് കുറേ ഇരട്ടി വെള്ളം പാർന്നിട്ട് ഇതുപോലെ ഓരോ മരട്ടിൻ്റെ ചുവട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഇത് നല്ലൊരു വളമാണ്. ഞാൻ എപ്പോഴും പാൽ കേടന്നാൽ ഇതുപോലെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ബന്ദിപ്പൂവിന് മാത്രമല്ല, എൻ്റെ പച്ചക്കറി ചെടിക്കും പച്ചമുളകിനും എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യലുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.